ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. കോങ്കോയിലും യുഗാണ്ടയിലും പടരുന്ന എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സിക്കിം സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാൻടോക്കിലെത്തി. ഗവർണർ ഓം പ്രകാശ് മാത്തൂർ, മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ് തുടങ്ങിയവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാൻടോക്കിലെ നംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജി സന്ദർശിക്കുന്ന രാഷ്ട്രപതി നാളെ നാഥുല ചുരത്തിൽ എത്തും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻഡോ പസഫിക് മേഖലയുടെ പുരോഗതിക്കാണ് യോഗം പ്രഥമ പരിഗണന നൽകുകയെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. We have seen encouraging progress on many initiatives. As maritime democracies, pluralistic societies and market economies, we share a responsibility towards a free and open Indo-Pacific. The region must remain a driver of global growth and stability. We will be underlining that today, through our deliberations, which I am confident will be useful and productive. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തുടങ്ങിയവരും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. യോഗത്തിന് ശേഷം ജപ്പാനിലെയും ഓസ്ട്രേലിയയിലെയും വിദേശകാര്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉച്ചയ്ക്ക് ശേഷം ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. 2026 നാഷണൽ സ്പോർട്സ് ഗവേണൻസ്, നാഷണൽ സ്പോർട്സ് ബോർഡ് ചട്ടം, നാഷണൽ സ്പോർട്സ് ട്രിബ്യൂണൽ ചട്ടം 2026 എന്നിവയ്ക്കുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ചട്ടപ്രകാരം തിരഞ്ഞെടുപ്പ് സമിതി ശുപാർശ ചെയ്യുന്ന പാനലിൽ നിന്ന് കേന്ദ്ര സർക്കാർ നിയമിക്കുന്ന ചെയർപേഴ്സണും 2 അംഗങ്ങളും ദേശീയ സ്പോർട്സ് ബോർഡിൽ ഉൾപ്പെടും. കായിക രംഗത്തെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വിധി നിർണയ സ്ഥാപനമായി ദേശീയ കായിക ട്രിബ്യൂണൽ പ്രവർത്തിക്കും. LPG സിലിണ്ടറുകളിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. പുതിയ ഇളവുകൾ അർഹതയുള്ള ഉപഭോക്താക്കൾക്ക് PNG കണക്ഷൻ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ LPG കണക്ഷൻ റദ്ദാക്കുന്നതിനായി അപേക്ഷിക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ PNG സൌകര്യമില്ലാത്ത മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടി വരികയാണെങ്കിൽ LPG കണക്ഷൻ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുന്ന ട്രാൻസ്ഫർ വൗച്ചർ വാങ്ങി സൂക്ഷിക്കാനും സാധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGov ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ കനേഡിയൻ സന്ദർശനം തുടരുന്നു. ഒട്ടാവയിൽ കനേഡിയൻ മന്ത്രി മനീന്ദർ സിന്ധു സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ, സംരംഭകത്വ മനോഭാവം, വിപണി അവസരങ്ങൾ എന്നിവയിലൂന്നിയാണ് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെന്ന് ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. കാനഡയുടെ വളർച്ചയിൽ ഇന്ത്യൻ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ റോപ്വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ഇന്ത്യയുടെ ദുരന്ത നിവാരണ ഏജൻസികളുടെ വേഗത, ധൈര്യം, ഏകോപനം എന്നിവയുടെ തെളിവാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സൈന്യം, ജമ്മുകാശ്മീർ പോലീസ്, NDRF, SDRF, ഭരണകൂടം എന്നിവയുടെ സംയുക്ത ദൌത്യത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ദൌത്യത്തിൽ ഉൾപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും അഭിനന്ദിക്കുന്നതായി രാജ്യരക്ഷാമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഇറാനിയൻ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളെയും ബോട്ടുകളെയും ലക്ഷ്യമിട്ട് US സൈന്യം ആക്രമണം നടത്തി.
വെടിനിർത്തൽ വേളയിൽ സമാധാനപരമായ നീക്കങ്ങളാണ് നടത്തുന്നതെന്നും സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും US സൈന്യത്തിന്റെ ഏകീകൃത കോമ്പാറ്റന്റ് കമാൻഡുകളിൽ ഒന്നായ സെൻകോം വക്താവ് പറഞ്ഞു. അതേസമയം രാജ്യത്തുടനീളം ഇന്റർനെറ്റ് ബന്ധം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്ക്യാൻ ഉത്തരവിട്ടു. 87 ദിവസത്തിലേറെയായി ഇറാനിൽ ഇന്റർനെറ്റ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിഫാദും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജിയും ദോഹയിൽ. സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഖത്തറിലുള്ള $12 ബില്യൺ സ്വത്തുക്കൾ മരവിപ്പിച്ചത് പിൻവലിക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. അതേസമയം റിപ്പോർട്ടുകൾ ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിഷേധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉഗാണ്ട, കോങ്കോ എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾ യാത്രക്കാരിൽ നിന്ന് സെൽഫ് ഡിക്ലറേഷൻ ഫോമുകൾ ശേഖരിക്കണമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു. ഇന്ത്യയിലെത്തി 21 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന യാത്രക്കാർ വൈദ്യസഹായം തേടുകയും വിമാനത്താവളത്തിലെ മെഡിക്കൽ ഓഫീസറിനെ അറിയിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെയും അദ്ദേഹം സന്ദർശിക്കും. ഡൽഹിയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, പടിഞ്ഞാറൻ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം മിസോറാമിൽ കാലവർഷം ആരംഭിച്ചു. കേരളത്തിൽ ഇന്നോ നാളെയോ കാലവർഷം എത്തിയേക്കും. സാധാരണയായി ജൂൺ 1-ന് എത്തുന്ന കാലവർഷം ഇത്തവണ മെയ് 26-ന് ആരംഭിക്കുമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കേരളത്തിലും ലക്ഷദ്വീപിലുമുള്ള 14 കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 60% ഇടങ്ങളിലെങ്കിലും മെയ് 10-ന് ശേഷം തുടർച്ചയായ 2 ദിവസം 2.5 മില്ലിമീറ്റർ മഴ ലഭിച്ചാലാണ് കാലവർഷം എത്തിയതായി ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ വലിയ തോതിലെ മഴയില്ല. അതേസമയം കൊച്ചി, മൂന്നാർ, കുമരകം, നിലയ്ക്കൽ, കുമ്മളി, ശബരിമല, വർക്കല, പൊന്മുടി തുടങ്ങി തെക്കൻ ജില്ലകളിലെ പല ഭാഗങ്ങളിലും രാവിലെ 10 മണി മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിച്ചു വരുന്നുണ്ട്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ 15 മില്ലിമീറ്റർ മഴയും 40 കിലോമീറ്റർ വരെയുള്ള കാറ്റുമാണ് ഇന്ന് രാവിലെ 10 മണി മുതൽ രേഖപ്പെടുത്തിയത്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. രാത്രി 7:30-നാണ് മത്സരം. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. നാളെ എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഹജ്ജ് കർമ്മങ്ങളിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് തുടക്കം. ലോകമെമ്പാടുമുള്ള 1.5 ദശലക്ഷത്തിലധികം തീർത്ഥാടകർ മിനായിൽ നിന്ന് അറഫ പർവ്വത സമതലങ്ങളിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1.25 ലക്ഷം പേരാണ് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തുന്നത്. ഹജ്ജ് കർമ്മങ്ങൾ ശനിയാഴ്ച വരെ നീളും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വളർച്ചയുടെയും സ്ഥിരതയുടെയും ചാലകമായി ഇൻഡോ പസഫിക് മേഖല തുടരണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഗുൽമാർഗിൽ റോപ്പ് വേയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ വിജയകരമായി രക്ഷപ്പെടുത്തിയത് ദുരന്ത നിവാരണ ഏജൻസികളുടെ കാര്യക്ഷമതയുടെ തെളിവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന കരാർ സംബന്ധിച്ച് ഖത്തർ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ വിദേശകാര്യമന്ത്രിയും പാർലമെന്റ് സ്പീക്കറും ദോഹയിൽ. എബോള രോഗബാധയുടെ പശ്ചാത്തലത്തിൽ വിമാന കമ്പനികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് DGCA. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കാലവർഷം ഇന്നോ നാളെയോ എത്തുമെന്നും പ്രവചനം. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.